നിങ്ങളൊരു കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഈ നിലവിലുണ്ടായിരുന്ന ഭരണസമിതിക്കെതിരെ. കായംകുളത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 10 വർഷത്തെ അഴിമതി ഭരണത്തിൻ്റെ നേർചിത്രമാണ് ആ കുറ്റപത്രം. ഈ ഓൺലൈൻ സംവിധാനങ്ങൾ, വെബ്സൈറ്റുകളെല്ലാം ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നിലവിലെ അപാകതകൾ പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കും. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ മുനിസിപ്പാലിറ്റി പറഞ്ഞ പ്രോജക്റ്റുകളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് 2000 മുതൽ കായംകുളം നഗരസഭയുടെ ബഡ്ജറ്റിൽ സ്ഥാനം പിടിച്ചതാണ്. ഈ എലിവേറ്റഡ് ഹൈവേക്ക് വേണ്ടി നഗരസഭയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് ഉണ്ടാവും? പ്രഥമ കൗൺസിലിൻ്റെ ഒന്നാമത്തെ അജണ്ട NH 66 അശാസ്ത്രീയമായ നിർമ്മാണം സംബന്ധിച്ചാണ്.